സ്കിപ്പ് ചെയ്യരുത്. കാരണം എങ്ങനെയാണ് അപ്പൊ UGC ക്രിയേഷൻ ചെയ്യാൻ ഒരു ബിഗിനറിന് അത്ര സേഫ് അല്ല. നിങ്ങൾ അത്ര സുന്ദര വാഗ്ദാനങ്ങളൊക്കെ കേട്ടുപോയി നമ്മളങ്ങ് ചാടും. ഹലോ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാബറേഷൻസിനെ കുറിച്ചാണ്. ഞാൻ ഡാസ്ലറിന്റെ PR പാക്ക് കിട്ടിയ ആ ഒരു ടൈമിൽ ഞാൻ അതിനകത്ത് കുറെ കാര്യങ്ങൾ കൊളാബറേഷൻസിന്റെ കാര്യങ്ങൾ തൊട്ടും തൊടാതെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ആക്ച്വലി അത് പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതിനെ കുറിച്ചൊരു റെസ്പോൺസോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് ആ ഒരു ഫീഡ്ബാക്കിന്നോ കമന്റിന്നോ ഒന്നും കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഈ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ആർക്കും ഉണ്ടാവില്ല. സോ അങ്ങനെ ഒരു വീഡിയോയുടെ ആവശ്യമില്ലാന്ന് വിചാരിച്ചു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്തു. അപ്പൊ ചേച്ചി എങ്ങനാ ഇത്? എങ്ങനെ ചെയ്യണ്ടേ? എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. എനിക്കൊന്ന് പറഞ്ഞു തരുവോ? എന്നൊക്കെ ചോദിച്ചൊരു കുട്ടി എനിക്ക് മെസ്സേജ് ചെയ്തു. അത് കണ്ടപ്പോ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാര്യം ഫോളോവേഴ്സ് അല്ലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇത്ര കുറവുള്ള എന്നെ പോലെ ഒരാൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുമ്പോൾ ഉറപ്പായിട്ടും വളരെ സന്തോഷമായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം വന്നപ്പോ ഞാൻ ആ കുട്ടിക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോ ആ കുട്ടി അതെങ്ങനെ കൺവേ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ എടുത്തു എങ്ങനെ മനസ്സിലാക്കി എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരാൾക്ക് എന്താണ് അല്ലെങ്കിൽ ഞാൻ വന്ന ഒരു ജേർണിയിൽ എന്തൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത് എനിക്ക് ഒരുപാട് ഹാപ്പിയായി. സോ ഇന്നത്തെ വീഡിയോ അത് ബേസ് ചെയ്തിട്ടാണ്. എന്താണ് അല്ലെങ്കിൽ ഞാൻ അതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? 0 ഫോളോവേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് കൊളാബറേഷൻസ് കിട്ടുവോ? അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടുവോ? എന്നതിനൊക്കെ ഉള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ അതിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടണം അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടണം എന്നൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. എന്റെ സ്കിൻ കെയർ ആൻഡ് ബ്യൂട്ടി ടിപ്സും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രോഡക്ട്സിന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം ID ആണ്. സോ അതുകൂടെ കൊടുത്തേക്കാൻ താല്പര്യമുള്ള അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പൊ ഫസ്റ്റ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ UGC ജേർണി അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് UGC ക്രിയേഷനിലോട്ട് എത്തിയത്, ഞാൻ എങ്ങനെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു, ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. മെയിൻ ആയിട്ട് ഫസ്റ്റ് ഞാൻ യൂട്യൂബിൽ തന്നെ വളരെ റാൻഡം ആയിട്ട് സാനിയ സാഹു എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബറിന്റെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അതായത് ആള് ഫോളോവേഴ്സ് കുറവാണെങ്കിലും നമുക്ക് ബ്രാൻഡ് കൊളാബറേഷൻസ് കിട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അവർ പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ കേട്ടോ. അത് ഹിന്ദി വീഡിയോ ആണ്. ആ ഒരു ലാംഗ്വേജ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കൂ കേട്ടോ. അറിയാവുന്നവരാണെങ്കിൽ കണ്ടു നോക്കൂ. ഓക്കെ. അപ്പൊ സാനിയ സാഹുവിന്റെ വീഡിയോയിൽ നിന്ന് എനിക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. എന്താണ് UGC ക്രിയേഷൻ? സോ UGC മീൻസ് യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇൻ കേസ് സ്കിൻ കെയർ ആവാം, ബ്യൂട്ടി ആവാം, ലൈഫ് സ്റ്റൈൽ അതായത് ഡ്രസ്സ്, ഓൺലൈൻ പർച്ചേസ് ഡ്രസ്സോ എന്തോ ആയിക്കോട്ടെ, ആ പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രോഡക്ട്സിന്റെ റിവ്യൂ കൊടുക്കുന്ന ആ ഒരു റിവ്യൂ പറയുന്ന ആ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ റിവ്യൂവിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുക ആ ഒരു കോണ്ടന്റ്സിനെയാണ് UGC കോണ്ടന്റ്സ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഒരു UGC കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. UGC ക്രിയേറ്റേഴ്സ് ഒരുപാട് പേരുണ്ട്. നമ്മുടെ കേരളത്തിൽ കുറവാണ് കേട്ടോ. കേരളത്തിൽ കൂടുതലും ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഈ ബ്യൂട്ടി സ്കിൻ കെയർ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ്. UGC ക്രിയേഷൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യക്കാരാണ്. സോ അവർക്ക് അതിന് നല്ലൊരു പേയ്മെന്റും കിട്ടുന്നുണ്ട്. നമ്മൾ പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് മാത്രമല്ല നമുക്ക് പേയ്മെന്റും ഇതിലൂടെ കിട്ടാൻ നമുക്കൊരു ഏർണിങ്സ് കൂടി ആവുന്ന ഒരു വഴിയാണ് കേട്ടോ UGC ക്രിയേഷൻ. സോ UGC കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്നതിന് പ്രത്യേകിച്ച് ഫോളോവേഴ്സ് ഒന്നും വേണ്ട. UGC കോണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫി സ്കിൽ, വീഡിയോ എഡിറ്റിംഗ് സ്കിൽ, ബേസിക് ആയിട്ടുള്ള സ്കിൽസ് മതി കേട്ടോ. ഒരുപാട് എഡിറ്റിംഗ് പ്രോ ഒന്നും ആവണ്ട. ഒരു ബേസിക് സ്കില്ല് നമ്മൾ പ്രോഡക്റ്റ് വെച്ചിട്ട് ഫോട്ടോസ് എടുക്കുന്നു, ഒരു കുറച്ചുകൂടി എസ്തെറ്റിക് ആയിട്ട് ഫോട്ടോസ് എടുക്കുന്നു, ആ ഒരു സംഭവങ്ങളൊക്കെ അതൊക്കെ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമുക്കൊരു UGC ക്രിയേറ്റർ ആവാം. നമ്മുടെ കയ്യിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു UGC കോണ്ടന്റ് പോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എന്റെ ജേർണി എന്ന് പറയുമ്പോൾ ഞാൻ 0 ഫോളോവേഴ്സ് എന്ന് തുടങ്ങി. എന്റെ അക്കൗണ്ടിന്റെ പേര് UGC വിത്ത് ഹൈ എന്നാണ്. ഹൈ മീൻസ് ഹണിയുടെ ഷോർട്ട് ഫോം ആയിട്ട് ഹൈ എന്ന് ഇട്ടിരിക്കുകയാണ്. സോ ഈ ഒരു ചാനലിൽ ഞാൻ ആദ്യത്തെ പോസ്റ്റ് ഇടുമ്പോൾ എനിക്ക് ഫോളോവേഴ്സേ ഇല്ല. ആൻഡ് ഈ ഒരു പോസ്റ്റ് ഇപ്പൊ നമ്മൾ UGC എന്ന് പറഞ്ഞ ഫസ്റ്റിലെ നമ്മുടെ യൂസർ നെയിമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. UGCയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് നോർത്ത് ഇന്ത്യക്കാർ വന്ന് നമ്മളെ ആ ഒരു പേര് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അവർ വന്ന് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കും. ഫസ്റ്റ് ആണോ, ബിഗിനർ ആണോ, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഈ മുമ്പ് പറഞ്ഞ സാനിയ സാഹു എന്ന് പറഞ്ഞാൽ അവര് കംപ്ലീറ്റ് ആയിട്ട് UGC ക്രിയേഷൻ ഇൻഫ്ലുവൻസർ ആ ഒരു രീതിക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഉള്ള ആളാണ്. സോ ആളുടെ വീഡിയോസ് അടിയിൽ പോയി അതിനെ ഫോളോ ചെയ്യുന്നവരും അതിന് കമന്റ് ചെയ്തിട്ടുള്ളവരെയൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും UGC യൂസർ നെയിമിൽ വരുന്ന ആളുകളുണ്ട്
ആണെങ്കിൽ ജസ്റ്റ് അവരെ പോയി ഫോളോ ചെയ്യുക. നിങ്ങൾ അവരോട് കാര്യങ്ങൾ സംസാരിക്കുക. ഇപ്പൊ നോർത്ത് ഇന്ത്യക്കാരാണെങ്കിൽ നമുക്ക് ബേസിക് ഇംഗ്ലീഷ് അറിയാമെന്നുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പൊ അവർ നമുക്ക് വേണ്ട ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ തരും. നിങ്ങൾ സ്കിൻ കെയറിൽ അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ സ്കിന്നിനെ കെയർ ചെയ്യുന്ന ഒരാൾ, നമ്മുടെ കയ്യിൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, ബേസിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് വെച്ചിട്ട് ഫോട്ടോഗ്രാഫ്സ് എടുക്കുക, വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, കുറച്ച് എസ്തെറ്റിക് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുക, നല്ലപോലെ എഡിറ്റ് ചെയ്യുക, നല്ല സോങ്സ് ഒക്കെ വെച്ചിട്ട് ദെൻ ആ ഒരു പ്രോഡക്റ്റിന്റെ ഏത് ബ്രാൻഡിനെയാണോ ആ ഒരു ബ്രാൻഡിനെ ജസ്റ്റ് ഒന്ന് ടാഗ് ചെയ്യുക, ദെൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് വിടുക. സോ ഇപ്പൊ അങ്ങനെ പോസ്റ്റ് ചെയ്ത് നമ്മളൊരു ഒരു അത്യാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഫോളോവേഴ്സ് കൂടും. ഈവൻ 200 ഫോളോവേഴ്സ് മാത്രം ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ആളുകളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കളയാൻ സ്കിപ്പ് ചെയ്യരുത്. കാരണം എങ്ങനെയാണ് ഒരു UGC ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു UGC ക്രിയേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്നത്. ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അത് പേഴ്സണൽ അക്കൗണ്ട് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോഡക്ട്സിന് അല്ലെങ്കിൽ UGC ചെയ്യാൻ വേണ്ടി തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു അക്കൗണ്ട് തുടങ്ങുകയും ചെയ്യാം. പേഴ്സണലി ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. എന്റെ പേഴ്സണൽ അക്കൗണ്ടും തമ്മിൽ ബൗണ്ടറി ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ഇഫ് യു ആർ എ ഫേസ്ലെസ് ക്രിയേറ്റർ, നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണിക്കാനേ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ, ഓക്കെ. ഫേസ്ലെസ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അവരും ഫേസ്ലെസ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് എമൗണ്ട് ഏൺ ചെയ്യുന്ന ഒരു ഏരിയ ആണ് UGC ക്രിയേഷൻ. സോ അതും പേടിക്കണ്ട. നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ പോലും ഇടണ്ട. എന്തെങ്കിലും ഒരു പ്രൊഫൈൽ ഫോട്ടോ, സ്കിൻ കെയർ ബേസ്ഡോ എന്തെങ്കിലും ഒരു പ്രൊഫൈൽ ഫോട്ടോ ഇട്ടിട്ട്, ആനിമേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോസും പോസ്റ്റും റീൽസും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്തെടുക്കാം. ഒരു 10-20 ഓളം റീൽസും പോസ്റ്റും ഒക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ബ്രാൻഡ്സിന് പിച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ബ്രാൻഡ്സിനെ പിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആൻഡ് അടുത്തൊരു കാര്യം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കഴിഞ്ഞു, അടുത്തൊരു ഇമെയിൽ അക്കൗണ്ട് ആണ്. ഇമെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സണൽ ഇമെയിൽസ് ഉണ്ടല്ലോ. സോ നിങ്ങൾ പേഴ്സണൽ ഇമെയിൽസ് മാറ്റുക. ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇമെയിൽ യൂസ് ചെയ്യുക. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെങ്കിൽ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം, ദെൻ യൂട്യൂബ് ഉണ്ട്, ദെൻ ടിക്ടോക്ക് ഉണ്ട്. ടിക്ടോക്ക് ഇപ്പൊ നമുക്ക് കേരളത്തിലില്ല, ബട്ട് ഇന്ത്യക്ക് പുറത്തുള്ളവരിൽ ഇപ്പോഴും ടിക്ടോക്ക് ഉണ്ട്. അപ്പൊ ടിക്ടോക്ക് വഴി UGC ക്രിയേഷൻസ് നടക്കുന്നുണ്ട്. ദെൻ അടുത്തത് വെച്ചാൽ UGC പോർട്ട്ഫോളിയോ എന്ന് പറയും. പോർട്ട്ഫോളിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻവ എന്ന ആപ്പിൽ നമുക്ക് പോർട്ട്ഫോളിയോസിന്റെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ഒക്കെ ആയി, അതൊരു 10-20 പോസ്റ്റ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ആണെങ്കിൽ തന്നെ ഒരു 10-20 റീൽസും പോസ്റ്റും ഒക്കെ ആയി അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ആയി കഴിയുമ്പോൾ ഈ ഒരു പോസ്റ്റും റീൽസും ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ പേരും നമ്മുടെ മറ്റു കാര്യങ്ങളും ഇമെയിൽസും കോൺടാക്റ്റും ഒക്കെ വച്ചിട്ട് നമ്മൾ ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കണം. ഈ പോർട്ട്ഫോളിയോ UGC പോർട്ട്ഫോളിയോ എന്ന് തന്നെ ക്യാൻവയിൽ കയറി ടെംപ്ലേറ്റ്സ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് കിട്ടും. ഫ്രീ ആയിട്ട് തന്നെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് അത് വെച്ചിട്ട് പോർട്ട്ഫോളിയോ തയ്യാറാക്കി വെക്കാം. പോർട്ട്ഫോളിയോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ് ഒന്നും പോർട്ട്ഫോളിയോ നോക്കാറില്ല. ബട്ട് യെസ്, നമ്മുടെ ഇന്റർനാഷണൽ ബ്രാൻഡ്സ്, അതായത് മിക്സൂൺ, മെഡിക്യൂബ്, ആനുവ, അത്തരത്തിലുള്ള കുറച്ച് ഇന്റർനാഷണൽ സ്കിൻ കെയർ ബ്രാൻഡ്സ് ഉണ്ട്. വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന കുറച്ച് ബ്രാൻഡ്സ്. സോ അവരൊക്കെ ചിലപ്പോൾ പോർട്ട്ഫോളിയോസ് ചോദിക്കാറുണ്ട്. അപ്പൊ പോർട്ട്ഫോളിയോസ് നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യുന്നത് എന്താ, ഈ ഒരു ഇമെയിൽ വഴിയായിരിക്കും. പോർട്ട്ഫോളിയോ നമുക്ക് ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ജസ്റ്റ് DM ചെയ്യാൻ പറ്റില്ല. നമുക്കത് കുറച്ചധികം ഡേറ്റ എടുക്കുന്ന സാധനമാണ്. സോ പോർട്ട്ഫോളിയോസ് നമ്മളൊരു ഫയലായിട്ട് നമ്മുടെ ഇമെയിലിൽ തന്നെ ഡ്രൈവിലോ ഒക്കെ സൂക്ഷിച്ചു വെക്കുക. ദെൻ അത് ഒരു ഇന്റർനാഷണൽ ബ്രാൻഡ്സിനെയൊക്കെ പിച്ച് ചെയ്യാണ്, ഇമെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, കൊളാബറേഷൻ നമുക്ക് തരുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഏജൻസീസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ആ ഏജൻസിയുടെ ബയോയിൽ പോയി കഴിഞ്ഞ് അവരുടെ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവര് ആ ഒരു ഏജൻസിയുടെ പാർട്ട്ണർഷിപ്പിൽ ക്യാമ്പയിൻസ്, ബ്രാൻഡിന്റെ കൊളാബറേഷൻസ് ഉണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് മെസ്സേജ് വരും. വാട്സപ്പിലായിരിക്കും കൂടുതലും മെസ്സേജ് വരുന്നത്, ചിലപ്പോൾ ഇമെയിൽസ് വരാറുണ്ട്. സോ ഈ വരുന്ന ബ്രാൻഡ്സിന്റെ കൊളാബറേഷൻ വരുമ്പോൾ അവർ നമുക്ക് ആ ഒരു കൊളാബറേഷൻ ഫോം അയച്ചു തരും. നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഗൂഗിൾ ഫോം ആയിരിക്കും. ആ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. ദെൻ വെയിറ്റ് ചെയ്യുക. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ വീണ്ടും വാട്സാപ്പിൽ നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ബ്രാൻഡ് കൊളാബറേഷൻസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, എപ്പോഴാണ് നമ്മൾ പിച്ച് ചെയ്ത് തുടങ്ങണമെന്ന് വെച്ചാൽ, ഒരു 20-25ഓളം റീൽസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്ത് അത്യാവശ്യം നമുക്കൊന്ന് ഫോളോവേഴ്സ് ഒക്കെ ആയി, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഫോളോവേഴ്സ് കൂടും, ചിലപ്പോൾ ഫോളോവേഴ്സ് പതുക്കെ കൂടുള്ളൂ. പക്ഷേ ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ എൻഗേജ്മെന്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കൊളാബറേഷൻ ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഉള്ളവർ നമ്മളെ ഫോളോ ചെയ്യും, നമ്മൾ അവരെ ഫോളോ ചെയ്യുമ്പോൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ കൂടും, ഉറപ്പാണ് കൂടും.
സോ ബ്രാൻഡിനെ ഇനി പിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെസ്സേജ് ചെയ്യുക. ബ്രാൻഡിന്റെ അടുത്ത് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക. നമ്മളിപ്പോ ഒരു യുജിസി കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. നമ്മള് കൊളാബറേഷൻസ് ചെയ്യുന്നുണ്ട്. ബാർട്ടർ കൊളാബറേഷൻസ് ചെയ്യാൻ നമ്മൾ ഓപ്പൺ ആണ്. സോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് ചെയ്യുക. ആ ഒരു മെത്തേഡിനെയാണ്, ആ ഒരു പ്രോസസ് ഓഫ് മെസ്സേജിങ്ങാണ് പിച്ചിങ് എ ബ്രാൻഡ് എന്ന് പറയുന്നത്. സോ ഞാൻ പൊതുവെ പിച്ച് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ എടുക്കുക, കോപ്പി ചെയ്തെടുക്കുക. ദെൻ നിങ്ങള് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. ആൻഡ് ഈ ഒരു പിച്ചിങ് എന്ന് പറയുന്നത് ആഹ് നമ്മള് ജസ്റ്റ് ചുമ്മാ ആ ഒരു ടെംപ്ലേറ്റ് വെച്ച് ചെയ്യാൻ നിക്കാതെ, ആ ഒരു ബ്രാൻഡിനെ പോയി നോക്കിയിട്ട്, ആ ഒരു ബ്രാൻഡിന് കുറച്ച് എന്തെങ്കിലുമൊക്കെ യൂണിക്നെസ് കാണും. എല്ലാ ബ്രാൻഡും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ചില ബ്രാൻഡ്സ് ആയുർവേദിക് ബ്രാൻഡ്സ് ആയിരിക്കും. ചിലത് ക്രൂവൽറ്റി ഫ്രീ, പാരബിൻ ഫ്രീ, അങ്ങനെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും തരുന്നത്. ചില മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ലക്ഷറി പ്രോഡക്ട്സ് അഫോർഡബിൾ റേറ്റിൽ കൊടുക്കുന്ന പേജസ് ആയിരിക്കും. അത്തരത്തിലുള്ള ബ്രാൻഡ്സ് ആയിരിക്കും. സോ അവരൊരു ബ്രാൻഡിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഒരു ബ്രാൻഡിന് എന്തെങ്കിലും യുണീക്നെസ് ഉണ്ടോ, അതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് ഈ ഒരു മെസ്സേജിൽ ടെംപ്ലേറ്റ് കൂടാതെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കുറച്ചും കൂടി ഇംപ്രസ്ഡ് ആവും. അതായത് ഓക്കെ, ഈ കുട്ടിക്ക് അറിയാം നമ്മളെ ബ്രാൻഡിനെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്, അവർക്ക് നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് അറിയാം, ഈ ആൾക്ക് നമുക്കൊരു കൊളാബറേഷൻ കൊടുക്കാം എന്ന് അവർക്ക് പേഴ്സണലി ഒരു ഏർജ് ഉണ്ടാവും. സോ ഇത് ചുമ്മാ ഒരു ടെംപ്ലേറ്റ് ബേസ് ആ ഒരു ഫോർമാറ്റ് പോകുമ്പോൾ അവർ ജസ്റ്റ് അത് ഇഗ്നോർ ചെയ്ത് വിടത്തേ ഉള്ളൂ. സോ അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ അങ്ങനെ നോക്കിയിട്ട് വേണം ബ്രാൻഡിനെ പിച്ച് ചെയ്യാൻ.